എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വെള്ളാറട കൊലപാതകം അല്ലേ, അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഒരു ഇൻഫർമേഷൻസ് കിട്ടിയിരിക്കുകയാണ്. അതിനകത്തൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ സഭയിൽ, അതായത് ഈ പയ്യനല്ല, ഒരു യുവാവ്, 28 വയസ്സുണ്ടല്ലോ, അപ്പോൾ ഒരു യുവാവ്, അപ്പോൾ ഈ യുവാവും പിന്നെ അതിൻ്റെ കുടുംബവും ചേർന്ന് നിൽക്കുന്ന ഒരു സഭയിലെ ഒരു പാസ്റ്ററുടെ, ആ സഭയിലെ പാസ്റ്ററുടെ ഒരു ഓഡിയോ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ പയ്യനും കുടുംബവും ഒക്കെ ആ സഭയിലെ സജീവ പ്രവർത്തകരാണ്. ഓക്കെ, അപ്പോൾ ഈ പയ്യൻ്റെ ഈ ചെറുക്കൻ്റെ പിതാവാണ് ആ സഭയുടെ പണി നടക്കുന്നുണ്ട്. അവിടെ ഒരു എന്താ പറയുക, ഫ്രണ്ടിലൊരു ഡോർ പണിയുവാനൊക്കെയുള്ള അതിൻ്റെ സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുത്തത് ഈ പിതാവാണ്. ഓക്കെ, അപ്പോൾ ഈ പയ്യൻ, അതായത് ഈ ചെറുക്കൻ ഇവിടുന്ന് വന്ന സമയത്ത്, നമ്മുടെ ചൈനയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഇവരുടെ, അതായത് ഒരു പാരമ്പര്യ സഭയാണ് കേട്ടോ. അപ്പോൾ ഈ പാരമ്പര്യ സഭയ്ക്കൊരു പരിപാടിയുണ്ട്. ഇവരിങ്ങനെ പ്രബോധിപ്പിക്കുവാൻ വേണ്ടി ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. അവിടെയുള്ള ഏതെങ്കിലും അച്ചായന്മാരോ ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഇങ്ങനെ പ്രബോധനമുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പ്രബോധിപ്പിക്കുന്ന സമയത്ത് ഈ ചെറുക്കനെ വിളിച്ച് പ്രബോധിപ്പിക്കാൻ എഴുന്നേൽപ്പിച്ച് നിർത്തി. അപ്പോൾ അവൻ നല്ല കാര്യമായിട്ട് നന്നായിട്ട് വചനമൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് പ്രബോധനമൊക്കെ നടത്തി. ഓക്കെ, അത് കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് ഇവരെന്ത് ചെയ്തു, ഈ പാസ്റ്ററല്ല, അവിടെയുള്ള വേറെ എനിക്ക് തോന്നുന്നു അസോസിയേറ്റ് പാസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അവിടെ വിസിറ്റിങ്ങിന് പോയപ്പോഴാണ് അവിടെ ഇവർക്ക് മനസ്സിലായി അവിടെ എന്തോ സംതിങ് അവിടെ പ്രോബ്ലം ഉണ്ട്. അതായത് ആ വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അടുക്കളയിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ചൊക്കെ കിടക്കുന്നതൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുവാനിടയായി തീർന്നു. ഓക്കെ, അതിനുശേഷം ഇവരെന്ത് ചെയ്തു, ഈ ചെറുക്കനെ പിന്നെ പ്രബോധിപ്പിക്കാൻ കയറ്റാറില്ല. അങ്ങനെ പള്ളിയിൽ പ്രബോധിപ്പിക്കാൻ കയറ്റാതെ വന്നപ്പോഴത്തേക്കും ഇവൻ പിന്നെ എന്ത് ചെയ്തു, ആ പള്ളിയിലോട്ട് പോകാതെയായി. ഓക്കെ, അപ്പോൾ ഈ പാസ്റ്റർ അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടുകാർ ഞങ്ങളുടെ അടുത്ത് എന്ന് വെച്ചാൽ ഒന്നും ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇവർക്കൊരു സാഹചര്യം കിട്ടിയിരുന്നു. ഈ പാസ്റ്ററല്ല, സഭയിലെ മെയിൻ പാസ്റ്ററല്ല ആ വീട്ടിൽ പോയത്. ഓക്കെ, അപ്പോൾ വേറൊരു പാസ്റ്ററാണ്, ആ സഭയിൽ തന്നെ പെട്ട വേറെ പാസ്റ്ററാണ് അവിടെ ഹൗസ് വിസിറ്റിങ്ങിന് പോയത്. ഓക്കെ, അപ്പോൾ ആ പാസ്റ്ററിനെങ്കിലും ഈ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ആ പയ്യനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാമായിരുന്നു അല്ലേ. ആ പയ്യനോടൊന്ന് വിളിച്ച്, ചെറുക്കനോടൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് എന്താണ് ഇന്ന പോലെ, എന്താ മോനെ നിനക്ക് വിഷയം എന്നൊക്കെ പറയായിരുന്നു. ഇനി എന്ത് സംഭവമാകട്ടെ, ഏത് വിധത്തിൽ തകർന്നിരിക്കുന്ന ആൾ, ഏത് വയലൻ്റ് ആയിരിക്കുന്ന ആളും, ചെറുപ്പക്കാരുടെ ഒരു സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. അത് ചെറുപ്പക്കാരത്തിയോ ചെറുപ്പക്കാരനോ ആകട്ടെ, അപ്പോൾ ഇവർ ഇങ്ങനെ വയലൻ്റ് ആകുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും റീസൺസ് അവർക്കുണ്ടാകും. ഓക്കെ, അപ്പോൾ അവരോടൊന്ന്, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് മോനെ, നീ പറ, അല്ലെങ്കിൽ മോളെ നീ പറ, എന്താ വിഷയം എന്നൊരൊറ്റ വാക്ക് ചോദിച്ചു നോക്കി, അവർ ഫ്ലാറ്റാകും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്നെപ്പോലെയുള്ളവരൊക്കെ, ഞാനൊക്കെ ഇതുപോലെ വളർന്നു വന്നവരാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്തൊക്കെ പ്രയോഗിച്ച ട്രിക്കാണിത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്ലാറ്റാകും. ഓക്കെ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആ പയ്യനെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുവന്ന് അവനെ ഒന്നും കൂടി അതിനകത്ത് സജീവമാക്കാമായിരുന്നു അവർക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുമ്പനാട് നിന്നും എന്താ പറയുക, പാട്ടുകാരുടെ വിലാപം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അതിനകത്ത് കാണാം, ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയുമ്പോൾ, ഈ വഴിയെ കൂടെ പോകുന്ന എല്ലാവരെയും പിടിച്ച് നമ്മൾ പുൾപിറ്റിൽ കയറ്റരുത്, വർഷിപ്പിനകത്തും കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ നമുക്ക് അവരെക്കുറിച്ച് അറിഞ്ഞ് അവരുടെ ആ ഒരു എന്താ പറയുക, പുൾപിറ്റിൽ പ്രത്യേകിച്ച് വചനം പ്രസംഗിക്കാൻ ഓർഡിനേഷൻ കിട്ടിയ പാസ്റ്റർമാരെ മാത്രമേ കയറ്റാവുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ വർഷിപ്പിൽ എടുക്കുമ്പോഴെങ്ങനെയാണ്, അവരുടെ ഒരു ഹിസ്റ്ററിയൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെറുപ്പക്കാർക്കെല്ലാം അവസരം കൊടുക്കണ്ടേ, അവർക്ക് അവസരം കൊടുക്കാൻ വേറെയും സാഹചര്യങ്ങളുണ്ട്. ആദ്യം അവരൊന്ന് വളരട്ടെ, മൂക്കുന്നതിന് മുൻപേ പഴുപ്പിക്കാൻ നിൽക്കണ്ട, അവരൊന്ന് വളരട്ടെ, ചെറിയ അവരെ ഏൽപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം ഈ പുൾപിറ്റിൽ കയറിയുള്ള വചനപ്രഘോഷണവും, അതായത് നമ്മുടെ ഈ വർഷിപ്പ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സഭയുടെ കീ പോയിന്റുകളാണ്. ഓക്കെ, കീ സ്ഥാനങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെ പ്രാർത്ഥിച്ച് വളരെ കൃപയുള്ളവരെ വേണം അതിനകത്ത് കയറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പിള്ളേർ വളർന്നു വരട്ടെ, അവർ പഠിക്കട്ടെ, അവർ പഠിച്ച് അവർ കാര്യങ്ങളൊക്കെ വളർന്നു വരട്ടെ, അതിനവർക്ക് അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് നന്നായിട്ട് എന്താ പറയുക, അവരുടെ നമ്മൾ ഒരാളെ പറഞ്ഞ് എന്ന് വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, പഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മൂക്കുന്നതിന് മുൻപേ പഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. അങ്ങനെയല്ല, അവർക്ക് തന്നെ ദൈവത്തിനോടൊരു സ്നേഹം വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും,
അവർക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും ഒക്കെ അല്ലേ. അതൊക്കെ വന്ന് അവരൊരു പക്വതയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ മെയിൻ സ്ഥാനങ്ങളിലേക്കൊക്കെ അവരെ കയറ്റേണ്ടത്. ഇത് ചെറുക്കൻ എന്താ പറയുക, ചൈനയിൽ നിന്ന് പഠിച്ചു വന്നു MBBS ആണെന്ന് കേട്ടു, പിന്നെ അതുമല്ല അച്ചായനെയും കൊണ്ട് സഭയ്ക്ക് നല്ല ഉപകാരവുമുണ്ട്, അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, വേഗം മകനെ പിടിച്ചങ്ങ് പുൾപ്പിറ്റിൽ കയറ്റി. ഓർക്കുക, അങ്ങനെ പുൾപ്പിറ്റിലൊക്കെ കയറ്റി അത്രയും പെട്ടെന്നൊരു സഭയുടെ ഒരു കീ സ്ഥാനത്തോട്ടൊക്കെ ചെറുക്കനെ കയറ്റി ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് വലിച്ച് താഴെ ഇട്ട് കഴിയുമ്പം ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, ആർക്കാണെങ്കിലും ആ സഭയിലോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് തന്നെ ഇവിടെയും സംഭവിച്ചത്. ആ പയ്യന് പറ്റിയില്ല. പിന്നെ ആ പാസ്റ്റർ ഏതാണ്ടൊക്കെ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. പോട്ടെ, അതൊരു വർത്താനം കേട്ടിട്ടൊരു പ്രായമായ ഒരു ദേവദാസനാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹം വന്നിട്ടും 7 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾക്ക് വലിയ കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്ന് വെച്ചാൽ അവർക്ക് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാമാകുന്ന ഒരു സാഹചര്യം അവരുടെ മുന്നിലുണ്ടായിരുന്നു. അവർ ആ വീട്ടിൽ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ അവർ കണ്ടിരുന്നു, അവിടെ പാത്രങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്നത് കണ്ടിരുന്നു. അവർക്ക് ചെന്നിട്ട് എന്താ പറയുക, ചെറുക്കനോട് ഇടപെടുവാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല, ഉപയോഗിച്ചില്ല. ഇനി അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ പറയാം. ഇത് വേറൊരു സഭയിൽ നടന്നതാണ്. ഓക്കെ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ നടന്നതാണ്. അവിടെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിയുടെ ഒരു മകളും ആ സഭയിൽ തന്നെ വരുന്ന വേറൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായി. ചെറുപ്പക്കാരുടെ കഥ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രണയത്തിലായി. അപ്പോൾ പ്രണയത്തിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് സഭയിലൊക്കെ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെണ്ണിൻ്റെ അപ്പൻ അങ്ങ് ഭയങ്കര വയലൻ്റായി. ഓക്കെ, പെണ്ണിൻ്റെ അപ്പൻ ഭയങ്കര വയലൻ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാസ്റ്ററൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സഭയിലെ പാസ്റ്റർ പറഞ്ഞു, അതാ പറയുന്ന വിവേകമുള്ള പാസ്റ്റർമാരൊക്കെ, അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു പിന്നെ നീ അവിടെ കൊടുക്കണ്ട ബ്രദറെ, നീ അവിടെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇത് അറിയിക്കേണ്ട, ഞാൻ തന്നെ ആ 2 പിള്ളേരെയും വിളിച്ച് ഉപദേശിച്ച് അവർക്ക് ഞാൻ വേണ്ടുന്ന ഗൈഡൻസ് കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റാം, ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരാം. ഒരു സാധാ പാസ്റ്റർ എന്നൊരു ഒരു നല്ല വിവരമുള്ള വിദ്യാഭ്യാസമുള്ള നല്ല കൃപയുള്ളൊരു ദൈവദാസനെ ഉപദേശിച്ചത്. ഇവരോട് പറഞ്ഞു, ഞാനത് സോൾവ് ചെയ്ത് തരാം, പകരം നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഈ പെൺകുട്ടിയുടെ ഫാദർ എന്ത് ചെയ്തെന്ന് അറിയാമോ, പുള്ളി നേരെ അങ്ങ് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നെ പെൺകുട്ടിയുമാണല്ലോ, അപ്പോൾ പെൺകുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രേമം എന്ന് പറയുമ്പോൾ ആൺകുട്ടി മാത്രമാണ് അതിനകത്ത് തെറ്റുകാരൻ, അല്ല, പെൺകുട്ടിയുമുണ്ട്. എന്ന് വെച്ചാൽ ഇത് വൺ വേ പ്രേമമൊന്നുമല്ല, 2 പേരും കൂടി ഒന്നിച്ചുള്ള പ്രേമം തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഈ പെൺകുട്ടി പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ എപ്പോഴും ഇരയാകുമല്ലോ. ഓക്കെ, അപ്പോൾ അവരും അങ്ങനെ തന്നെ അതെടുത്തു, ഇരയായിട്ടെടുത്ത്. പിന്നെ ആ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അപ്പന് ഇച്ചിരി പിടിപാടൊക്കെ ഉള്ള ആളാണ്, പിടിപാടല്ല, കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് കുറച്ചൊക്കെ കൊടുത്ത് കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എനിവേ എന്തായാലും ഈ പയ്യനെ അങ്ങോട്ട് വിളിപ്പിച്ച്, കാമുകനായ പയ്യനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ച് ആ ചെറുക്കനെ അവർ ഇഞ്ച പരുവത്തിലാക്കി ഇടിച്ച് ചതച്ച് നീരെടുത്തെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഓക്കെ, എന്നിട്ട് ആ പയ്യനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ പയ്യനും കുടുംബം ആ സഭ വിട്ടുപോയി. അവരിപ്പോൾ വിശ്വാസത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഓക്കെ, എന്നിട്ട് ഈ പുള്ളി ഏതായത് ഈ പെണ്ണിൻ്റെ അപ്പൻ എന്നിട്ട് ഇപ്പം പാസ്റ്റർ കുപ്പായം തയ്പ്പിക്കാൻ നടക്കുക. അതായത് ആ സഭയിലെ തന്നെ പാസ്റ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള കുപ്പായം തയ്പ്പിക്കാൻ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അതിനൊക്കെ തലപ്പത്തിരിക്കുന്ന ഓർഡിനേഷനൊക്കെ കൊടുക്കാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കേവലം ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മനസാക്ഷി ഇല്ലാത്ത, വിവേകമില്ലാത്ത, ഒരു മറ്റുള്ളവരോട് ദയയില്ലാത്ത ഒരു 2 പിള്ളേരെ പോലും കൈകാര്യം ചെയ്യാൻ ത്രാണിയില്ലാത്ത ഇയാൾക്കൊന്നും കൊടുക്കരുത്, ഓർഡിനേഷൻ കൊടുക്കരുത്. അത് ആ സഭയ്ക്ക് തന്നെ ശാപമായി തീരത്തേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സഭയിലുള്ള ആൾക്കാരൊക്കെ ഈ പുള്ളിനെ എന്തായാലും അങ്ങോട്ട് കയറ്റിയല്ലെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും ഓക്കെ, എന്ന് വെച്ചാൽ ഇയാൾ പാസ്റ്റർ കുപ്പായം തുന്നി അങ്ങോട്ട് വന്നിരിക്കത്തേ ഉള്ളൂ, മെയിൻ സ്ഥാനത്തോട്ടൊന്നും ഇയാളെ കയറ്റിയല്ലെന്നാണ് റിപ്പോർട്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു പാസ്റ്റർ എന്തായിരിക്കണം, ഒരു പാസ്റ്ററിന് കനിവുണ്ടായിരിക്കണം, അല്ലേ, ഒരു അലിവുണ്ടായിരിക്കണം, മറ്റുള്ളവരോടൊരു അനുകമ്പ ഉണ്ടായിരിക്കണം. കാരണം 2 പിള്ളേരല്ലേ ഉണ്ടാകും. അത് പെന്തക്കോസ്തുകാരുടെ പിള്ളേരാണെങ്കിലും പുറത്തെ പിള്ളേരാണെങ്കിലും പിള്ളേരൊക്കെ എന്താണ്, എല്ലാം നോർമൽ ചോരയും നീരും ഒക്കെയുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള പിള്ളേരാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഇടയിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, അവർ വളരുന്നതല്ലേ ഉള്ളൂ, ഒരു വചനമൊക്കെ കേട്ട് വളർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഇവർ ആ സഭയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഈ പുള്ളി എന്ത് ചെയ്ത്, വേഗം പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. തെറ്റ് ചെയ്തത് ഇയാളുടെ മകളും ഇതിനകത്ത് തെറ്റുകാരിയാണ്. എന്നിട്ട് മകളെ ഇയാൾ വെള്ളം വെച്ചു, എന്നിട്ട് ഈ പയ്യനെയും കുടുംബത്തെയും അവിടെ നിന്ന് അവരെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. നോക്ക്, സ്വന്തം മകനൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു മകനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇടിച്ച് തെറിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. മാതാപിതാക്കന്മാർക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. അവർ ആ സഭ തന്നെ വിട്ടുപോയി. അതുമാത്രമല്ല, വിശ്വാസത്തിൽ പോലും അവരിപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അതേ സഭയിൽ തന്നെ വേറൊരു സംഭവം നടന്നു. ഓക്കെ, ഒരു പാസ്റ്ററിൻ്റെ 2 ആമക്കൾ വേറെ ആ സഭയിലുള്ള ഒരു വിശ്വാസിയുടെ 2 പെൺമക്കളുമായിട്ട് അഫെയർ ആയിരുന്നു. ഇതും പഠിക്കുന്ന ചെറിയ പിള്ളേരായിരുന്നു. ഓക്കെ, അവരും അഫെയർ ആയിരുന്നു. ഓക്കെ, പക്ഷേ അവരത് കുറച്ചും കൂടെ
കാര്യമായിട്ട് കൈകാര്യം ചെയ്തു. അതും ഈ ദേവദാസ് തന്നെ അവരോട് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ഉപദേശങ്ങൾ കൊടുത്ത്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഉപദേശം കൊടുത്തു. അവിടെയും പെൺകുട്ടിയുടെ അപ്പൻ കുറച്ച് വയലൻ്റായി. എന്തായാലും അയാൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോയില്ല. ആ ഒരു പാസ്റ്ററുടെ രണ്ട് ആൺപിള്ളേർ. ഓക്കെ, അപ്പോൾ ആ പാസ്റ്ററിനെ കരയിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഇദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്താണെങ്കിലും അന്ന് ആ പാസ്റ്റർ സൈലൻ്റ് ആയിരുന്നു. കാരണം മെയിൻ പാസ്റ്റർ പറഞ്ഞപ്പോഴും ഒക്കെ ഇദ്ദേഹം സൈലൻ്റ് ആയിട്ട് അവിടെ ഇരുന്നു. ഓക്കെ, അങ്ങനെ എന്തായാലും അവർ പോലീസ് സ്റ്റേഷനിലോട്ടൊന്നും പോകാതെ ആ പാസ്റ്റർ തന്നെ, ആ മെയിൻ പാസ്റ്റർ തന്നെ ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുവാനിടയായിത്തീർന്നു. അതിനുശേഷം സംഭവിച്ച കാര്യം, ആ പാസ്റ്ററിൻ്റെ രണ്ട് ആമക്കളും നല്ല നിലയിൽ പഠിച്ചു. ഒരാൾ ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒക്കെ ആയി നല്ല നിലയിലായി നല്ല അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുവാനുമായിട്ടും ഇടയായിത്തീർന്നു. അപ്പോൾ ഈ സംഭവം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ വിചാരിച്ചു, അയ്യോ ഈ വിശ്വാസിയായ ആ പെൺപിള്ളേരുടെ അപ്പന് തെറ്റുപറ്റിപ്പോയില്ലേ, ഈ കുടുംബത്തിലോട്ട് ചെന്നായിരുന്നെങ്കിൽ. ഇനി ആൺപിള്ളേരെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല, എന്നാലും ആ പാസ്റ്ററിനെയും ആ ഭാര്യയും എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ കുടുംബത്തിലോട്ട് ചെന്നായിരുന്നെങ്കിൽ ഇവരുടെ ഭാഗ്യമായിരുന്നു, ഇവർ പൊന്നുപോലെ നോക്കിയായിരുന്നേനെ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. ഓക്കെ, അതവിടെ ഇവിടെ, അവർക്ക് ഭാഗ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അതവിടെ ഇവിടെ. എന്തായാലും ഞാൻ പറഞ്ഞത് ഒരേ വിഷയം രണ്ടുപേര് കൈകാര്യം ചെയ്ത രീതിയാണ് ഞാൻ പറഞ്ഞത്. മറ്റേത് പാസ്റ്ററായിരുന്നു, മെയിൻ പാസ്റ്ററിനെ അനുസരിക്കാൻ ഈ പാസ്റ്ററിന് മനസ്സ് വന്നു. പിന്നെ രണ്ടാമത്തത് മറ്റേത് വിശ്വാസിയായിരുന്നു, അദ്ദേഹം പാസ്റ്റർ അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, എടുത്തു ചാടി അങ്ങ് കൊടുത്തു. അതുകൊണ്ട് നഷ്ടമാർക്ക പറ്റിയത്. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ പെൺകൊച്ചിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞത് ഒരേപോലത്തെ വിഷയം രണ്ടുപേര് കൈകാര്യം ചെയ്ത രീതിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ തലമുറകളെയൊക്കെ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തന്മയത്വത്തോടെ അവരോട് നമ്മളൊരു കരുണ കാണിക്കണം. ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾക്കറിയാമല്ലേ, ഇതൊക്കെ കണ്ടാണല്ലോ അവർ വളരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവരെ മനസ്സിലാക്കുവാനൊക്കെ തയ്യാറാകണം. പ്രേമവും കാമവും ഒക്കെ ഉണ്ടാകും, പോട്ടെ, അതൊക്കെ അവരോട് നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി സ്നേഹത്തോടെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരതിൽ നിന്നൊക്കെ പിന്മാറുവാനായിട്ട് ഇടയായിത്തരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് പാരമ്പര്യ സഭയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, പാരമ്പര്യ സഭകൾ അറിയാമല്ലോ, ചില പാരമ്പര്യ സഭകളിൽ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഈ ചില പാരമ്പര്യ സഭകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാലുണ്ടല്ലോ പെറ്റതള്ള സഹിക്കില്ല. കാരണം എന്നാണെന്നറിയാമോ, നമ്മളൊരു ആരാധനയ്ക്ക് ഞായറാഴ്ച വന്നു കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് നല്ല ഇതിലാണ് വരുന്നത്, കൃപയുള്ളവർ ഫാസ്റ്റിങ്ങോടെ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു വർഷിപ്പ് കഴിഞ്ഞ് തന്നെ ഉടനെ എന്താണ്, വചന ശുശ്രൂഷ കേട്ട് കഴിഞ്ഞാൽ എന്താകും, നമ്മൾക്കൊരു ഉന്മേഷവും ഒക്കെ കിട്ടും അല്ലേ. നമ്മുടെ ആ എനർജി ചോർന്ന് പോകുന്നതിന് മുൻപേ എന്ത് കിട്ടി, വചനം നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വചനമൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, അങ്ങനെയുള്ള സഭകളെ വളരുന്നുള്ളൂ കേട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വചനം ശുശ്രൂഷിക്കുന്ന സഭകളെ വളർന്നിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു അനുഗ്രഹമാണല്ലേ. എന്നാൽ ഈ പാരമ്പര്യ സഭകളിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, പാട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി അച്ചായൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ, അമ്മാമ്മയുടെ ഭാഗത്തു നിന്ന് ഒരാൾ പ്രാർത്ഥിക്കാൻ പറയും. ഓക്കെ, രണ്ടുപേരും എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ടോപ്പിക് എന്താ, ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഇവരങ്ങ് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുള്ള സകല കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തി ഒരു 20 മിനിറ്റ് ഇവർ പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റോ കൂടിപ്പോയാൽ 5 മിനിറ്റ് കൊണ്ട് സഭയുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് 20-25 മിനിറ്റ് എടുത്ത് വേണ്ടാത്ത കുറേ അവിയൽ പരുവത്തിലൊരു പ്രാർത്ഥന അങ്ങ് നിർത്തും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വീണ്ടും പാട്ട്, ഇനി അത് കഴിഞ്ഞിട്ട് സങ്കീർത്തനം വായനയും പിന്നെ ചെറിയ ഒരു സങ്കീർത്തനത്തിൽ നിന്നൊരു ചെറിയ ശുശ്രൂഷയുമുണ്ട്. ഓക്കെ, ഇനി അത് കഴിയുമ്പോഴത്തേക്കാണ് കലാപരിപാടികളുടെ ആരംഭത്തിൻ്റെ തുടക്കം. എവിടെയാണ്, പിന്നെ നമ്മുടെ സാക്ഷ്യം പറച്ചിൽ. ഈ സാക്ഷ്യം പറച്ചിൽ കേട്ടാൽ പെട്ടതള്ള സഹിക്കൂല കേട്ടോ. ചില പാരമ്പര്യ സഭകളിലേക്കുള്ള സാക്ഷ്യം കേട്ടാൽ അച്ചായൻ എഴുന്നേറ്റ് വരാൻ തന്നെ ഒരു 5 മിനിറ്റ് എടുക്കും. ഇതുപോലെ അമ്മാമയും സാരിയൊക്കെ നീക്കി ഷോളൊക്കെ റെഡിയാക്കി വരാനും ഒരു 5 മിനിറ്റ് എടുക്കും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടൊരു പാട്ട്, ഇനി പാട്ട് കഴിഞ്ഞിട്ടൊരു വചനം, ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനം. ഓക്കെ, ഇനി ആ വചനം കഴിഞ്ഞിട്ട് ഒരു എന്താണ്, അച്ചായൻ്റെ സാക്ഷ്യം, ഞാൻ ഇന്നലെ പറമ്പിൽ കൂടെ നടന്നപ്പോൾ ഒരു പാമ്പ് അതിലേക്കൂടെ പോയി, ദൈവത്തിൻ്റെ കൃപയാൽ ആ പാമ്പ് എന്നെയും കണ്ടില്ല, എന്നെ കടിച്ചുമില്ല, ഞാനും പാമ്പിനെ കടിച്ചില്ല. ഓക്കെ, പിന്നെ അതിനെക്കുറിച്ചൊരു 10 മിനിറ്റ് വിവരണം. ഓക്കെ, അതാണ് അച്ചായൻ്റെ സാക്ഷ്യം. ഇനി അമ്മാമ്മയുടെ സാക്ഷ്യം, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അമ്മാമ്മയുടെ സാക്ഷ്യം, എൻ്റെ മകൻ, അമ്മാമ്മയും ഇതുപോലെ തന്നെ ഒരു പാട്ട്. ഇനി പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത വചനം എന്താണ്, എൻ്റെ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നിട്ട് പറയുന്നത് എന്താണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് ഫുൾ A+. ഇവിടെ വേറെ സ്കൂളിലുള്ള 50% പെന്തോക്കോസ്ത് അല്ലാത്ത പിള്ളേർക്കും കിട്ടിയേക്കുക ഫുൾ A+. എന്നിട്ട് പറയാം, എൻ്റെ മകന് വേണ്ടി ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ എവിടുന്ന് ഒരു വചനം എടുത്തിടുക. ഈ വചനം എന്താ പറയണേ, ഒരു മനുഷ്യൻ്റെയും കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും കാത് കേട്ടിട്ടില്ലാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലായത്.
നമ്മുടെ സ്വർഗീയമായ നമ്മുടെ ഒരു നിത്യജീവനിൽ ചെന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലമായിരിക്കും. അതാണല്ലോ ഒരു കണ്ണും ഒരു കാതും കേൾക്കാത്തത്. ബാക്കി ലോകത്തിലുള്ളതൊക്കെ എല്ലാം ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും, ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് സാക്ഷ്യങ്ങൾ, അങ്ങനത്തെ സാക്ഷ്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആരാധന എപ്പം നിർത്തണം? കറക്റ്റ് 1 മണിക്ക് നിർത്തണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് സാക്ഷ്യം കഴിഞ്ഞ് സ്തോത്ര കാഴ്ചയും എടുത്ത് സകലതും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ 12:50 പിന്നെ അപ്പോഴാണ് മെയിൻ പാസ്റ്റർ എഴുന്നേൽക്കുന്നത്. എന്തിന്? വചനം ശുശ്രൂഷിക്കാൻ. എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ്. പാസ്റ്റർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 5 മിനിറ്റ് തീർന്നു. ഇനി അടുത്തത് 5 മിനിറ്റാണ് ഈ പാസ്റ്ററിന് എന്ത് കിട്ടുന്നത്? ശുശ്രൂഷിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കഥ ഓർത്തത്. ഒരു ദേവദാസൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു സഭയിൽ നടന്നൊരു കാര്യം, ഇതുപോലെ ഈ 5 മിനിറ്റിലെ പാസ്റ്ററിന് കിട്ടത്തുള്ളൂ. അപ്പോൾ പാസ്റ്റർ തുടർച്ചയായിട്ട് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിനത് പൂർത്തീകരിക്കാൻ പറ്റണ്ടേ? 5 മിനിറ്റേ ആയിട്ടുള്ളൂ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ്, 3 ആഴ്ച കഴിഞ്ഞ്, 4 ആഴ്ച കഴിഞ്ഞു. ദാവീദ് എന്താണ്? കല്ലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ഗോലിയാത്തിനെ ഇറങ്ങില്ല. ഓക്കെ, അവസാനം ഒരു തമാശ കഥയാന്ന് തോന്നുന്നു കേട്ടോ, ഇനി നടന്നാണെന്ന് പറഞ്ഞുകൂടെ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ ഇന്നെങ്കിലും ആ ഗോലിയാത്തിനോട്ടൊന്ന് എറിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ സംഭവമുണ്ടായ കഥകൾ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണ് ആരാധനകളിൽ പാരമ്പര്യ സഭകൾ ആ ചരിത്രമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. കാരണം എന്നാണെന്നറിയാമോ? കാരണം ഈ കടന്നു വരുന്ന യുവജനങ്ങൾ മിക്കപ്പോഴും ഈ എന്താ പറയുക, അവർ ഈ സഭകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള കാരണം അത് അവർക്ക് ബോറടിക്ക് ഇതിനകത്ത് വന്നിട്ട്. കാരണം ഒരു കൃപയുമില്ലാത്ത സാക്ഷ്യം. ഇനി രണ്ടാമത്തത് വാലും എന്താ പറയുക, രണ്ടോ ഒന്ന് ഇങ്ങോട്ട് സാക്ഷ്യം ഇങ്ങോട്ട് കിടക്കുന്നെങ്കിൽ വചനം ഇങ്ങോട്ട് കിടക്കും. അങ്ങനത്തെ കാര്യം പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, സാക്ഷ്യങ്ങൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബോറടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ മടുത്ത് കഴിയുമ്പോഴായിരിക്കും ദൈവദാസൻ വചനവുമായിട്ട് എഴുന്നേൽക്കുന്നത്. ഇനി ചില ദൈവദാസന്മാർ വചനം എടുത്താൽ നല്ല കൃപയാണ് കേട്ടോ, നല്ല കൃപയുള്ളവരുണ്ട്. ചിലർക്ക് അത്ര കൃപയില്ലെന്നല്ല, ഒരു അത്ര ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സഭകളിലൊക്കെ എന്ത് ചെയ്യണം? വല്ലപ്പോഴും മാസത്തിലൊക്കെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ വെക്കണം. ഫാസ്റ്റിംഗ് പ്രയർ വെച്ചിട്ട് ഒരു പ്രവാചകന്മാരെയൊക്കെ കൊണ്ടുവരണം. കാരണം ഈ പെന്തക്കോസ്തുകാരുടെ ഒരു ബലഹീനതയാണ് ഈ പ്രവചനം എന്ന് പറയുന്നത്. ഓക്കെ, വല്ലപ്പോഴും ഇങ്ങനെ ഒരു പ്രവചനം, ഇനിയിപ്പോൾ ചിലത് പൊട്ടയാണ് പറയുന്നതെങ്കിലും അത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക, മരുഭൂമിയിലെ ഒരു കുളിർമഴയാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ വല്ലപ്പോഴും ഒക്കെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണം. ഇത് ചില പാസ്റ്റർമാർ പുറത്തുനിന്ന് ആൾക്കാരെ അടുപ്പിക്കൂല, അവിടെ തന്നെ അങ്ങ് നിൽക്കും. എന്നിട്ട് എന്നാൽ പിന്നെ ഇവർക്ക് അതിനുള്ള കൃപ വേണ്ടേ? ഇവർക്ക് പ്രവചനം ഉണ്ടാകത്തില്ല, ഇവർക്ക് നല്ലൊരു വചന ശുശ്രൂഷ നടത്തുവാനുള്ള കഴിവും ഉണ്ടാകത്തില്ല. എന്നിട്ട് ഈ ആൾക്കാരിങ്ങനെ നത്തുകുത്തിയിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതാണ് ഇന്നത്തെ മിക്ക പാരമ്പര്യ സഭകളിൽ നടക്കുന്ന. കുറച്ച് പേരൊക്കെ ഇപ്പോൾ കുറച്ച് നല്ല പാസ്റ്റർമാർ, കൃപയുള്ള പാസ്റ്റർമാരൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അവർ വചന ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമേ ബാക്കി ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടക്കാറുള്ളൂ. അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇന്നത്തെ ചെറുപ്പക്കാരെ സഭകളിൽ ഇരുത്തണമെങ്കിൽ സഭകളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, എന്തെങ്കിലും നല്ല വചനം ഉണ്ടായിരിക്കണം. ഓക്കെ, നല്ല അവർക്ക് ബോറടിപ്പിക്കാത്ത ഒരു ദൈവിക സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ കഴിയണം. എന്നാലേ ഇന്നത്തെ ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് എന്താണ് സഭകളിൽ കൊണ്ടുവരുവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ കാണാം ആ ദൈവദാസന്റെ ഒരു നിസ്സഹായാവസ്ഥ. ഈ പാരമ്പര്യ സഭകളിലെ ദൈവദാസന്മാരുടെ നിസ്സഹായാവസ്ഥയും നമ്മൾ കാണാതെ പോകരുത്. ഓക്കെ, അവർക്ക് കിട്ടുന്നത് തുച്ഛമായ പൈസയായിരിക്കും അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അതുകൊണ്ടായിരിക്കും കൊച്ചിൻ്റെ പഠനം, 2 3 പിള്ളേരുണ്ടെങ്കിൽ അതുങ്ങളുടെ പഠനം, ഭക്ഷണം, കാര്യങ്ങൾ സകലതും. ഇനിയിപ്പോൾ വിശ്വാസികളുടെ വീട്ടിലോട്ട് വിസിറ്റിങ്ങിന് പോയില്ലെങ്കിൽ അവിടെ പാസ്റ്ററിനോട് കയറും. ഓക്കെ, 3 വർഷം എങ്ങനെയെങ്കിലും സഹിച്ച് നിൽക്കണ്ടേ ഇവർക്ക്? ഇനി ആ പെട്രോൾ അടിക്കാനുള്ള പൈസ, ഓക്കെ, ഇതെല്ലാം ഇവർക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ ടിവിയുടെ കറണ്ട് ബില്ല് വന്നാൽ എന്താ പറയുക, മീറ്റിംഗ് കൂടുമ്പോൾ എന്താണ് പാസ്റ്റർ ഇത്രയും കറണ്ട് ബില്ലെന്നുള്ള അച്ചായൻ്റെ ക്വസ്റ്റ്യൻ വരും. അതിന് ഉത്തരം പറയണം. അങ്ങനെ അവരും എന്താണ് ഈ പാരമ്പര്യ സഭകളിലെ പാസ്റ്റർമാരും ഭയങ്കര സ്ട്രെസ്സായിട്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്താണ്, ഇനി 3 വർഷം ഇരിക്കണ്ടേ? ഈ അപ്പാച്ചനെ, ഈ അമ്മാമ്മനെ സന്തോഷിപ്പിക്കണം, അപ്പാപ്പനെ സന്തോഷിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, 3 വർഷം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കോൾ പോകും, ഈ പാസ്റ്ററിനെ ഞങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു മാനസിക സംഘർഷത്തിൻ്റെ ഇടയ്ക്കായിരിക്കും ഇവരും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കും ചിലപ്പോൾ സഭകളിലുള്ളവരോട് അത്ര ആത്മാർത്ഥതയെ കാണുവാനും സാധിക്കത്തുള്ളൂ. കാരണം അവർക്കൊരു പാസ്റ്ററിനെ പ്രവർത്തിക്കാൻ സഭയിലെ സ്മൂത്തായ ഒരു അന്തരീക്ഷവും അവർക്ക് ആവശ്യമാണ്. എന്നാലേ അവരിലുള്ള ആ ഒരു കൃപ സഭകളിലുള്ള വിശ്വാസികൾക്കും അനുഗ്രഹമാകത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട. പിന്നെ നമ്മൾക്കറിയാം, എൻ്റെ കഴിഞ്ഞ വീഡിയോ കേട്ട ഞാനേയും ആദ്യം ഈ വെള്ളറട കൊലപാതകത്തിൻ്റെ ഇത് എഴുതിയേക്കുന്നതിൻ്റെ അടിയിൽ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നോക്കണം, എല്ലാത്തിനെയും എടുത്ത് നോക്കണം. എല്ലാം ഈ പാരമ്പര്യ സഭകളിൽ ഇങ്ങനെ വേര് പിടിച്ചിരിക്കുന്ന ടീമുകൾ. ആ കമൻറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം. കാരണം ഇവർക്ക് ആകെ കിട്ടുന്ന 5 10 മിനിറ്റോ നേരത്തെയുള്ള വചനമാണ് ഇവർക്ക് കിട്ടുന്നത്. ഒരു തേങ്ങയും അറിയത്തില്ല. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയും, ഇവരുടെ മക്കളുടെ പ്രായമോ കൊച്ചുമക്കളുടെ പ്രായമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്കങ്ങ് സഹിക്കത്തില്ല. കാരണം ഞങ്ങളിങ്ങനെ
അങ്ങനെ വേര് പിടിച്ചുകൂടി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, ഞങ്ങൾക്കൊന്നും പറ്റാത്തത് നീയും അങ്ങനെ ചെയ്യണ്ടെന്നുള്ള ഒരു മൈൻഡിൽ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് സഹതാപമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ അവസ്ഥയായിരിക്കും, നിങ്ങൾ എന്താണ് ഈ ഒരു പാരമ്പര്യ സഭയിൽ ഇങ്ങനെ വേര് പിടിച്ചു പോയതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇതിൻ്റെ അടിയിൽ വന്ന് തീർക്കുന്നത്. എന്നാലും അതിനകത്ത് ഒട്ടുമിക്കതും എന്താണ് പോസിറ്റീവ് കമൻറ്റുകളാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ളൊരു പക്വത അവർക്ക് വന്നിട്ടുണ്ട്, ഒരു ആത്മീയ പരിജ്ഞാനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് ഒരു ചേട്ടൻ വന്ന് കമൻറ്റ് പറഞ്ഞിരിക്കുകയാണ്, നീ എന്താണ് പറയുന്നത്, ആദത്തിനോട് ഹവ്വയോടും ദൈവം പഴം തിന്നരുതെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ദാണ്ട് ഇവൾ വന്ന് പറഞ്ഞിരിക്കുന്നത്, വിവരമില്ലായ്മ പറഞ്ഞിരിക്കുന്നത്, വിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് ഈ 10 മിനിറ്റും 5 മിനിറ്റും വചനം കേട്ട അപ്പച്ചൻ അതങ്ങനെ തോന്നത്തുള്ളൂ. അതങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. കാരണം അന്ന് തൊട്ടേ ഒരു മറുതലിപ്പിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. എന്താ, നമ്മൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ളൊരു ത്വര അന്ന് തൊട്ടേ ഉണ്ട്. അതാണ് ഇന്നത്തെ തലമുറകളിലും വ്യാപരിക്കുന്നത് എന്നാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. അത് ബോധമുള്ളവർക്ക് മനസ്സിലായി. അവർ പോസിറ്റീവ് കമൻറ്റുകൾ ഇട്ടിട്ടും പോയി. അല്ലാതെ ഇങ്ങനെ കുറച്ച് പേര് പിടിച്ചിരിക്കുന്നവരാണ് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒന്ന് എഴുന്നേൽക്ക്, ഇരുന്നിടത്തുനിന്ന് കുറച്ചൊന്ന് എഴുന്നേൽക്ക്, ലോകത്തിലോട്ടൊന്ന് ഇറങ്ങ്, ലോകം കാണ്. ഇന്നത്തെ എന്താ പറയുക, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും ചില സഭകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയും. പിന്നെ ചിലർ പറയും നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ, നിങ്ങളുടെ സഭയിൽ അങ്ങനെയാണോ. ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ സഭയിലോ കാര്യമല്ല പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് നല്ലൊരു സഭയാണ് തന്നിരിക്കുന്നത്. 72 വയസ്സുള്ള ഒരു ദൈവദാസനാണ് ഞങ്ങളുടെ പാസ്റ്റർ. പക്ഷേ അദ്ദേഹം നല്ല അഭിഷേകവും നല്ല കൃപയുമുള്ള, അദ്ദേഹത്തിന് വചന ശുശ്രൂഷയുണ്ട്, അദ്ദേഹം പ്രവാചകനുമാണ്, നല്ല സൗമ്യതയുമുള്ള ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് അതിന് ദൈവം എനിക്ക് തന്ന കൃപയാണത്. ഓക്കെ, ദൈവം എന്നോട് കാണിച്ച കരുണയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ നല്ലൊരു സഭയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനായിരിക്കുന്ന സഭയിൽ ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ദൈവദാസനുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എൻ്റെ സഭയിലെ വിഷയമാണെന്ന് പറയേണ്ടത്. എനിക്ക് ഒത്തിരി സഭകളെ അറിയാം. ഒത്തിരി സഭകളിൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബന്ധു വീടുകളിൽ പോകുമ്പോൾ ആരാധന മുടക്കേണ്ടതെന്ന് വെച്ച് അവിടെയുള്ള അടുത്തുള്ള സഭകളിലൊക്കെ പോയിട്ടുണ്ട്. കേരളത്തിന് വെളിയിലും കേരളത്തിനകത്തും ഇന്ത്യക്ക് വെളിയിലുമുള്ള ഒത്തിരി സഭകളെക്കുറിച്ചും ഒത്തിരി പാസ്റ്റർമാരെക്കുറിച്ചും ഒത്തിരി വിശ്വാസികളെക്കുറിച്ചൊക്കെ എനിക്ക് ഒത്തിരി അറിവുകളുണ്ട്. അത് വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നതല്ലാതെ നിങ്ങളുടെ സഭയിലോ നിങ്ങളുടെ വീട്ടിലോ ചിലപ്പോൾ വിഷയമുണ്ടാകത്തില്ല എന്ന് വെച്ച് ലോകത്തെവിടെയും വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.